നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വനിതയുടെ വിഷു എഡിഷനാണ്. ഇതിൽ ഈ നോവലിൽ ചിത്രീകരണം നടത്തിയിരിക്കുന്നത് NG സുരേഷ് കുമാർ എന്ന ഗന്ധർവ ചിത്രകാരനാണ്. അദ്ദേഹത്തെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പകം ആഴ്ചപ്പതിപ്പിൽ തുടങ്ങി ഇന്നിപ്പോൾ ഈ വനിതയിൽ വരെ വരച്ച അദ്ദേഹം മുതിർന്നവരെ മാത്രമല്ല ചിത്രങ്ങൾ കൊണ്ട് രസിപ്പിച്ചത്, കുട്ടികളുടെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹം വരയ്ക്കുന്നുണ്ട്. കേരള സംസ്ഥാന ബാലസാഹിത്യ അക്കാദമി 2020 അദ്ദേഹത്തെ ചിത്രീകരണത്തിനുള്ള ബാലസാഹിത്യ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. നോവലുകളിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചിത്രീകരണം ഉണ്ടായിരുന്നത്. ഒരുപാട് കലാകാരന്മാരുടെ ജീവചരിത്രം എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ചിത്രീകരണത്തിനായി ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിനായി നെടുമുടി വേണു, IV ശശി, കമലഹാസൻ, അങ്ങനെ പലരുടെയും. അപ്പോൾ അതിൻ്റെ എല്ലാം രസകരമായ അനുഭവങ്ങളും അദ്ദേഹം ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇദ്ദേഹം രചിച്ച സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഞാൻ സുരേഷ് കുമാർ, ചിത്രകാരനാണ്. മംഗളം വാരികയിൽ 28 വർഷത്തോളം ചിത്രകാരനായി വർക്ക് ചെയ്തു. ചീഫ് ആർട്ടിസ്റ്റായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു. ഇപ്പോൾ സ്വതന്ത്രനായിട്ട് വർക്ക് ചെയ്യുന്നു. വനിത, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, മറ്റിതര പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുന്നു. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി മാടപ്പള്ളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ സ്വദേശം ചമ്പക്കുളമാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പരമേശ്വരപിള്ള സാറിൻ്റെ AP ആർട്ട് സ്കൂളിലാണ് ചിത്രകല പഠിച്ചത്. എൻ്റെ സീനിയേഴ്സായിട്ട് പ്രമുഖരായിട്ടുള്ള കാർട്ടൂണിസ്റ്റ് വേണു, മോഹൻ മണിമല, ബാബു ജനാർദ്ദൻ, അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ എൻ്റെ സീനിയേഴ്സായിട്ട് അവിടെ പഠിച്ചതാണ്. അതിനുശേഷം ആർട്ടിസ്റ്റ് മോഹൻ ആണ് എന്നെ ചിത്രകലയുടെ ഇലസ്ട്രേഷൻ രംഗത്തേക്ക് എന്നെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ചെമ്പകം ആഴ്ചപ്പതിപ്പിലാണ് ആദ്യമായിട്ട് ഇലസ്ട്രേറ്റ് ചെയ്യുന്നത്. ചെമ്പകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ധാരാളം വാരികകളിൽ സമാനമായിട്ട് ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയായിരുന്നു. അതിനുശേഷം ഞാൻ കോട്ടയത്ത് ഐഡിയ ബാങ്ക് എന്ന് പറയുന്നത് TA ജോസഫ് സാറിൻ്റെ, ആർട്ടിസ്റ്റ് TA ജോസഫ് സാറിൻ്റെ ഐഡിയ ബാങ്കിൽ ഞാൻ ജോയിൻ ചെയ്തു. സാറിനോടൊപ്പം ഉള്ളൊരു ജീവിതം വേറൊരു അനുഭവമായിരുന്നു. കാരണം വെച്ചാൽ ചിത്രകലയെ കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ സമീപിച്ചത് ജോസഫ് സാറിൻ്റെ കൂടെ ചേർന്നതിന് ശേഷമാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ചിത്രകാരന്മാരിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരാളാണ് TA ജോസഫ് സാറ്. സാറിൻ്റെയാണ് ഏറ്റവും എല്ലാവർക്കും സുപരിചിതമായ ഒരു വർക്കെന്ന് പറയുന്നത്, ഒരു ചിത്രമെന്ന് പറയുന്നത് സങ്കീർത്തനം പോലെ എന്ന പെരുമ്പടവത്തിൻ്റെ നോവലിന് വേണ്ടി വരച്ചതാണ്. ആ ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. ഞാൻ വരച്ചതല്ല, ഞാൻ ഒപ്പം ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ സാർ അത് ചെയ്യുന്ന അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അത് ഒക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള ഒരാളാണ്. ആർട്ടിക്കിളിനോടൊപ്പം ഇലസ്ട്രേഷൻ ചേർക്കുക എന്നുള്ളത് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അതൊരു ആ മീഡിയയുടെ ആ പ്രസിദ്ധീകരണങ്ങളുടെ വിൽപ്പന സാധ്യതയ്ക്ക് ഇലസ്ട്രേഷൻ ആവശ്യമായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഞങ്ങൾക്കൊക്കെ ധാരാളം അവസരങ്ങളുണ്ടായി. സാറിനോടൊപ്പമുള്ള ആ കാലം ഞാനും വാരികകളിൽ ഡിഫറൻ്റായിട്ടുള്ള സ്റ്റൈലുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു. സാർ അതിനൊത്തിരി എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വാർഷിക പതിപ്പുകൾക്കാണ് ഏറ്റവും കൂടുതൽ അത്തരം വർക്കുകൾ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വനിതയിലും അതേപോലെ തന്നെ കന്യക, അതേപോലുള്ള ദൈവാരികകളിൽ ഈ നിലവിലുള്ള സ്റ്റൈലിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്ന ആ വർക്കുകളോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനായിട്ട് ഒരു ശ്രമം ആ കാലത്ത് നടത്തിയിരുന്നു. ഞങ്ങൾ ആ കാലത്ത് കുറേ അധികം ചിത്രകാരന്മാർ ഈ രംഗത്തുണ്ടായിരുന്നു. AK ഗോപിദാസ്, മറ്റൊരു സുരേഷ് കുമാർ, ഇപ്പം സുരേഷ് കർഷകശ്രീയുടെ ആർട്ടിസ്റ്റാണ്. അതേപോലെ തന്നെ ഓമനക്കുട്ടൻ, അങ്ങനെ ധാരാളം ആൾക്കാർ, സജീവ്, അങ്ങനെ ധാരാളം ആൾക്കാർ ആ സമയത്ത് ഇലസ്ട്രേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു ഒരു ട്രെൻഡായി മാറിയത് ആർട്ടിസ്റ്റ് മോഹൻ്റെ ചിത്രങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ആദ്യം തൊട്ടേ വർക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വർക്കിനെ ഫോളോ ചെയ്താണ് ഞാൻ തുടങ്ങിയത്. വിവിധ രീതിയിലുള്ള ഇലസ്ട്രേഷൻ ഞാൻ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ
അതിനകത്ത് ലൈൻ ഡ്രോയിങ്, അതേപോലെ തന്നെ പേസ്റ്റൽ വർക്കുകൾ, അതേപോലെ തന്നെ അക്രിലിക്കിൻ്റെ വർക്കുകൾ, ഇത്തരം മീഡിയകൾ എല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. അതിന് നല്ല സ്വീകാര്യതയാണ് പൊതുവിൽ ഉണ്ടായത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ചിത്രം വരയ്ക്കുന്നത് വനിത ദ്വൈവാരികയിൽ കെ സുധാകരൻ്റെ എൻ്റെ ആകാശത്തിലെ ഒറ്റ നക്ഷത്രം എന്ന നോവലിനാണ് ചിത്രം വരയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ബാലപ്രസിദ്ധീകരണങ്ങളായ ടിക് ടിക് ലൈഫ്, സ്നേഹസേന, പിന്നെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളുടെ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് ഇലസ്ട്രേഷനും കവർ ചിത്രങ്ങളും ഒക്കെ വരയ്ക്കുന്നു. പ്രധാനമായിട്ടും ഇപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ. പിന്നെ പെയിൻറ്റിങ്ങും പോർട്രേറ്റും ഒക്കെ ഉണ്ട്. പെയിൻറ്റിങ്ങുകൾ, കമ്മീഷൻ വർക്കുകൾ, വാട്ടർ കളറ്, അതേപോലെ ആക്രിലിക് പെയിൻറ്റിങ്ങുകൾ ഒക്കെ ചെയ്യുന്നുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വർക്കെന്ന് പറയുന്നത് ഇത്തരം പുസ്തകങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇതിനകത്ത് ഉൾച്ചിത്രങ്ങളും പൂർണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വർക്ക് ചെയ്തു. സുഭാഷ് ചന്ദ്രൻ്റെ ചെറുകഥകൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറുകഥകൾ ഇപ്പം റീസെൻ്റായിട്ട് ചെയ്തത് അതാണ്. ഇത്തരം വാരികകളിൽ മാത്രം ചിത്രം വരയ്ക്കുന്ന ആൾക്കാരായിട്ടാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ പല മീഡിയവും പല രീതിയിലും നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. വ്യത്യസ്തമായ ഒരു ശൈലി ആവശ്യപ്പെടുന്ന പ്രസിദ്ധീകരണങ്ങൾക്കും പുസ്തകങ്ങൾക്കും ഒക്കെ നമ്മൾ അത്തരത്തിൽ വരയ്ക്കാറുണ്ട്. ഞാനിത് DC ബുക്സിൻ്റെ ഇതിഹാസ കഥകൾ എന്ന് പറയുന്ന ഒരു സീരീസ് ബുക്കുകൾ ഇറങ്ങിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് വരച്ച കുറച്ച് ചിത്രങ്ങളാണിത്. ഇതിങ്ങനെ കുറേയധികം ചിത്രങ്ങൾ, എനിക്ക് തോന്നുന്ന ഒരു 150-200ഓളം ചിത്രങ്ങൾ ഞാൻ ഇതിഹാസ കഥകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വരച്ചിരുന്നു. എനിക്ക് സന്തോഷം തോന്നിയൊരു അവസരം എന്ന് പറയാനായിട്ട്, IVCC ഒരിക്കൽ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഓഫീസിൽ വന്ന്. അപ്പം ഞങ്ങളെല്ലാം പരിചയപ്പെടുകയൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ ഉപയോഗിക്കേണ്ട, ഞാൻ വരച്ചാൽ മതിയെന്ന് മാനേജ്മെൻറ്റിനോട് പറഞ്ഞത് എന്നെ വളരെയേറെ സന്തോഷമുണ്ടായ ഒരു കാര്യമാണ്. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അത് എത്രത്തോളം അത് പ്രായോഗികമാണെന്നുള്ളത് ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ അതെങ്ങനെ എങ്ങനെ അത് അവതരിപ്പിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഡ്രോയിങ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് ആണ് അദ്ദേഹം ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നത്. അത് ഞങ്ങളുടെ മാനേജിങ് എഡിറ്റർ സാബു സാറിനോട് പറഞ്ഞു. സാബു സാർ മുഖേനയാണ് ഞാൻ അറിയുന്നത് ഞാനാണ് ആത്മകഥയ്ക്ക് വേണ്ടിയിട്ട് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു എന്നുള്ളത് അറിയുന്നത്. അത് നമ്മൾക്ക് ഈ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം കിട്ടുന്ന ചില സന്തോഷങ്ങളുടെ ഒരു അനുഭവങ്ങളാണ്, സന്തോഷമുള്ള ചില അനുഭവങ്ങളാണ്. ഈ ചിത്രങ്ങൾ ടീക്കറാം മീണയുടെ മുൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ടീക്കറാം മീണയുടെ ഓർമ്മക്കുറിപ്പുകൾ ഒരു പുസ്തകം ഇറങ്ങിയായിരുന്നു. DC ബുക്സാണ് അത് ഇറക്കിയത്. ആ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട് വരച്ച ചിത്രങ്ങളാണിതെല്ലാം. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി മുഴുവൻ വായിച്ചിട്ട് ചെയ്ത ചിത്രങ്ങളാണ്. അതേപോലെ തന്നെ ഒരു വലിയ നല്ല അനുഭവമായിരുന്നു നെടുമുടി വേണുവിൻ്റെ ആത്മകഥ മംഗളത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടായത്. വേണുചേട്ടൻ്റെ ആത്മകഥ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഞങ്ങളുടെ സബ് എഡിറ്റർ കിഷോർ എബ്രഹാം, പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ്, അവരോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ഞാനും കൂടി പോയിരുന്നു. ചമ്പക്കുളത്താണ് അന്ന് ഭാഗ്യദേവതയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് വേണുചേട്ടൻ്റെ പരിചയക്കാർ, ചമ്പക്കുളം എന്ന് പറയുന്നത് നെടുമുടിയും ചമ്പക്കുളം അടുത്ത പ്രദേശങ്ങളാണ്.
ആ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടവരും അല്ലാതെയും അദ്ദേഹത്തിൻ്റെ ഒപ്പം പഠിച്ചവരും ഒക്കെ അദ്ദേഹത്തെ കാണാൻ ലൊക്കേഷനിൽ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വരുന്ന പലരും എൻ്റെയും പരിചയക്കാരാണ്. കാരണം എന്നെ പഠിപ്പിച്ച അധ്യാപകർ അദ്ദേഹത്തിനോടൊപ്പം നാടകം കളിച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഒരു സഹോദരൻ ജി രാമേന്ദ്രൻ നാടകർത്താണ്. അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങളും ഇവരെല്ലാം വളരെ സൗഹൃദത്തിലുള്ള ആൾക്കാരാണ്. അപ്പം വേണിച്ചേട്ടൻ്റെ ആ ആത്മകഥയിൽ വരുന്ന കഥാപാത്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ്, ഞാൻ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് എനിക്ക് ചെയ്യാനായിട്ട് വളരെ സഹായകമായി ആ യാത്രകൾ. പിന്നീട് അത് ആത്മകഥയുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും സന്ദർഭങ്ങൾ ഞാനും കേട്ടാണ് വരച്ചത്. അത് താരതമ്യേന മറ്റുള്ള വർക്കിനെ അപേക്ഷിച്ച് എനിക്ക് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. ഇതൊരു വീഡിയോ ആൽബത്തിന് വേണ്ടി ചെയ്ത ചിത്രങ്ങളാണ്. കുറേ 10-ാം നൂറ്റാണ്ടിൽ കുറേ പിന്നിൽ 10-ാം നൂറ്റാണ്ട് കാലയളവിൽ ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്തൊരു ആൽബത്തിന് വേണ്ടിയിട്ട് വരച്ച കുറേ ചിത്രങ്ങളാണ്. ഭാഗവതത്തിന് വേണ്ടിയിട്ട് വരച്ച ചിത്രങ്ങളാണ്. അത് തിരുവനന്തപുരത്തുള്ള ഒരു പബ്ലിക്കേഷനായിട്ടാണ് ഈ ചിത്രങ്ങൾ വരച്ചത്. പിന്നെ ക്യാരക്ടറുകളെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് എനിക്ക് സഹായകമായത് എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാരുടെ ആയിട്ടുള്ള ഒരു ഇടപെടലാണ്, അല്ല അവരുമായിട്ടുള്ളൊരു ചങ്ങാത്തം എന്ന് വേണം പറയാം. പ്രധാനമായിട്ടും മോഹന്, പിന്നെ ഗോപിദാസ്, ഈ ടി എ ജോസഫ് സാറ്, പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഓമനക്കുട്ടനെ, സുരേഷ് കുമാർ, അവരെല്ലാവരും ഞങ്ങളെല്ലാവരും വളരെ സുഹൃത്തുക്കളാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകളോ ഡ്രോയിങ്ങിനകത്താണേലും അല്ലെങ്കിൽ കളറിങ്ങിനകത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു പാറ്റേൺ ചെയ്യുമ്പോഴത്തേക്കും അവർ ചെയ്ത എക്സ്പീരിയൻസ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാനാണേലും ഒരു പുതിയ കളറ് അവതരിപ്പിക്കാനാണേലും എല്ലാം തുറന്ന മനസ്സോടുകൂടി ഇടപെടുന്ന ഒരു വലിയ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാൻ ജീവിച്ചതിന് എനിക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആ ബന്ധം ഞങ്ങളെല്ലാവരും ഒരേപോലെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതിനകത്തൊരു ഈഗോയോ ഒന്നുമില്ല. 10-40 വർഷമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നു. ഇപ്പോഴും കാണുമ്പോൾ ഓരോ ചിത്രങ്ങളെക്കുറിച്ചോ ഒക്കെ അഭിപ്രായങ്ങൾ പറയും. അത് കേൾക്കുമ്പോൾ അതിനകത്ത് അവരോടൊരു ദേഷ്യമോ പിണക്കോ അല്ല എനിക്കുണ്ടാവാറുള്ളത്. നമ്മളത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അതിനെ വീണ്ടും മെച്ചപ്പെടുത്താനുള്ളൊരു അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു കമൻ്റായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. വളരെ പ്രഗത്ഭരായ കുറച്ച് എഡിറ്റേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചതും എൻ്റെ ചിത്രങ്ങളെ മെച്ചപ്പെടുത്താൻ എനിക്ക് സഹായമായിട്ടുണ്ട്. പ്രധാനമായിട്ട് നടുവട്ടം സത്യശീലൻ, PO മോഹൻ, പിന്നെ ഞങ്ങളുടെ ആർട്ട് ഡയറക്ടറായിരുന്ന KS രഘു, ഇവരോടൊക്കെ ഒപ്പം ജോലി ചെയ്തത് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനും CRJ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തതും വളരെ വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ടൊരു 5 മണിക്കൂറോളം വേണം. മംഗളം മനോരമയിലൊക്കെ ഉള്ള ചിത്രങ്ങൾ പോലുള്ള ചിത്രങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് 5-6 മണിക്കൂർ വേണ്ടി വരും. വെളുപ്പിനെ വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നെ സംബന്ധിച്ച്. ഒരു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് അത്, നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഗുണം ചെയ്യും. ഞാൻ സാധാരണഗതിയിൽ രാത്രിയിൽ സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് വെളുപ്പിനെ എഴുന്നേറ്റിരുന്നാണ് വരയ്ക്കാറുള്ളത്. പിന്നിപ്പം വർക്ക് കൂടുതലുള്ളപ്പോൾ അതിൻ്റെ തിരക്കനുസരിച്ച് ചിലപ്പം ഓർക്കളയും ഒക്കെ സ്ഥിരമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇല്ലസ്ട്രേഷനോടൊപ്പം തന്നെ ധാരാളം സ്റ്റോറി ബോർഡുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആൽബങ്ങൾക്ക്, അതേപോലെ തന്നെ ചില സിനിമകൾക്ക്
ഒക്കെ തന്നെ സ്റ്റോറി ബോർഡ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇല്ലസ്ട്രേഷനെ അല്ലെങ്കിൽ ഈ ഹ്യൂമൻ ഫിഗറിനെ കൂടുതൽ പഠിച്ചതിൻ്റെ ഗുണം അതിനകത്ത് ഈ പെർസ്പെക്റ്റീവായിട്ട് ചിത്രങ്ങളെ കാണാനും വരയ്ക്കാനും ഒക്കെ ഉള്ള നമ്മുടെ ഒരു പഠനം ഇപ്പോൾ സ്റ്റോറി ബോർഡ് വരയ്ക്കാൻ അവസരം വന്നപ്പോൾ നമുക്കത് പ്രയോജനപ്പെട്ടു. സ്റ്റോറി ബോർഡിനാണ് അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത്, സ്റ്റോറി ബോർഡ് വരയ്ക്കുന്നതിനാണ്. ഇപ്പോഴത്തെ ഈ ഇല്ലസ്ട്രേഷൻ കുട്ടികളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്ന അല്ല വനിതയിലൊക്കെ വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രധാന വർക്ക് സ്റ്റോറി ബോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനിവിടെ ഒരു സ്റ്റുഡിയോ തയ്യാറാക്കുന്നുണ്ട്. ലൈവായിട്ട് എപ്പോഴും ചിത്രങ്ങൾ വരയ്ക്കുക, ചിത്രങ്ങൾ പഠിക്കുക, ഹ്യൂമൻ ഫിഗർ വരയ്ക്കാൻ മോഡലിനെ ഇരുത്തി വരയ്ക്കുക, അതേപോലെ തന്നെ മോഡലുകൾ വെച്ച് പെയിൻറ്റിങ്ങുകൾ ചെയ്യുക, മോഡലിനെ ഇരുത്തി പെയിൻറ്റിങ്ങുകൾ ചെയ്യുക, അങ്ങനെ വിവിധ രീതിയിലുള്ള ഈ ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഓൺലൈനായിട്ടും ഒക്കെ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്റ്റുഡിയോ തയ്യാറാക്കുന്നത്. അതൊരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പൂർത്തിയാകും. അങ്ങനെ ഒരു പദ്ധതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാരും പെയിൻറ്റിങ് ചെയ്യുന്നവരുടെയൊക്കെ പടങ്ങൾ വരാറുണ്ട്. വളരെ നമ്മുടെ കേരളത്തിൽ തന്നെ എ.കെ. ഗോപിദാസ്, അതേപോലെ തന്നെ ബൈജു സുകുമാരൻ, രാജേഷ് പരവൂര്, അങ്ങനെ നമുക്ക് വളരെ അങ്ങനെ പിന്നെ പേരെടുത്ത് പറയാൻ ഒത്തിരി ആൾക്കാരുടെ നല്ല പെയിൻറ്റിങ്ങുകളും ഡ്രോയിങ്ങുകളും ഒക്കെ വരാറുണ്ട്. അതൊക്കെ നമ്മൾ റെഫറൻസായിട്ട് കാണണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മംഗളത്തിൽ നിന്ന് ഞാൻ പോന്നിട്ട് ഇപ്പോൾ ഒരു 5 വർഷമായി. മംഗളത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് എൻ്റെ പ്രധാന വർക്കുകളെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ക്യാരക്ടർ സ്റ്റഡി, സിനിമയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആൽബങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാരക്ടർ സ്റ്റഡി ചെയ്ത് കൊടുക്കും. പിന്നെ പല ക്ഷേത്രങ്ങൾക്കും ദൈവത്തിൻ്റെ ഛായ ചിത്രങ്ങൾ വരച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ, വളരെ വൈവിധ്യമാർന്ന കുറേ വർക്കുകൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സന്തോഷം.